നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്നുള്ള ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ പേരിൽ തന്നെ പറയുന്നുണ്ട് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. ആങ്കിലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷൻ അല്ലെങ്കിൽ ഒട്ടിപ്പോകുക എന്നാണ്. സ്പോണ്ടിലൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം, സ്പൈനിലുണ്ടാകുന്ന നീർവീക്കം. അപ്പം നട്ടലിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും കാലക്രമത്തിൽ നട്ടലുകൾ ഒട്ടിപ്പോവുകയും ചെയ്ത് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു പോകുന്ന ഒരു മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ ഗട്ട് ഫ്ലോറയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് ഈ രോഗം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയൽ ഫ്ലോറയുണ്ട്. അപ്പോൾ കുടലിലുള്ള ഈ അണുക്കളുടെ ഫ്ലോറയ്ക്ക് നാശം സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും 2% പോപ്പുലേഷന് മൊത്തത്തിൽ ഈ രോഗം അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഒരു മാറി വരുന്ന ചികിത്സാ രീതികളിൽ പൊട്ടൻസി കൂടിയ മരുന്നുകളുടെ അമിത ഉപയോഗം, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മരുന്നുകളുടെ ഉപയോഗം, അതേപോലെ അനിയന്ത്രിതമായി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ മരുന്നുകൾ കഴിക്കുന്ന ഒരു രീതി, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടലിലുള്ള ഈ ഫ്ലോറയെ ബാധിക്കാനുള്ള കാരണമായി തീരുന്നു. അപ്പോൾ ഇതിന് വ്യത്യാസം വരുമ്പോഴത്തേക്ക് HLA-B27 എന്നൊരു ജീനുണ്ട്. അപ്പോൾ ജീനിലുള്ള വേരിയേഷൻസ് ഫാൾസ് ജീൻസിൻ്റെ കാരണമായി തീരുകയും ഈ ജീനുകൾ മെക്കാനിക്കൽ സ്ട്രെസ്സുള്ള ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടാക്കുകയും പിന്നീട് കാലക്രമത്തിൽ ആ ഭാഗത്ത് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലായിട്ടുള്ളത്. ആക്സിയൽ സ്കെലിറ്റലിൽ ഉണ്ടാകും, പെരിഫറൽ സ്കെലിറ്റലിൽ ഈ പറഞ്ഞ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നട്ടലുകളെ ബാധിച്ചാണ് മൂവ്മെൻറ്റ്സ് കുറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും രാവിലെ രാത്രിയിലും 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വേദന രോഗിക്കുണ്ടാകും. ഇൻഫ്ലമേറ്ററി പ്രോസസ് കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ പനിയൊക്കെ രോഗിക്കുണ്ടാവാം. അതേപോലെ നടുവിനും തുടഭാഗത്തേക്കുമൊക്കെ വേദന രോഗികൾക്കുണ്ടാവും. അതേപോലെ ചില സമയത്ത് പെടലി വേദന ഉണ്ടാവും. സ്റ്റിഫ്നെസ് ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും ഇതിന് സ്റ്റേജസിൽ ഒരു റേഡിയോളജിക്കൽ സിംറ്റംസ് കിട്ടുന്ന ഒരു സമയത്തായിരിക്കും രോഗികൾ മിക്കവാറും OPD-യിലേക്ക് വരുന്നത്. ഒരു സ്റ്റേജസ് കഴിഞ്ഞ് പോയിട്ടായിരിക്കും മിക്കവാറും OPD-യിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലുകളെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കണ്ടീഷനുള്ള ചികിത്സകളും എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം പ്രധാനമായിട്ടും രോഗിക്ക് നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ ഇതിപ്പോൾ നട്ടലിൻ്റെ ഒരു സ്പെസിമെനാണ്. ആരംഭഘട്ടത്തിൽ ഈ പറഞ്ഞ സാക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള കാർട്ടിലേജസ് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഇൻഫ്ലമേഷൻസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ പിന്നീട് അത് ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാൽസിഫിക്കേഷൻ വന്ന് ഒട്ടിപ്പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 4 ഡിഗ്രി മൂവ്മെൻറ്റ്സ് ആണ് ഈ ഭാഗത്ത്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആവുകയും അപ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ പെയിൻ രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നടുവിലോട്ട്, ലോ ബാക്കിലോട്ട്, തുടയിലോട്ടൊക്കെ വേദന ഉണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായി പരിശോധിച്ച് ചികിത്സിക്കാതെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമത്തിൽ ഈ ഇൻഫ്ലമേഷൻസ് മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നട്ടലിന് മറ്റ് വെർട്ടിബ്രേസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വെർട്ടിബ്രേ തമ്മിൽ ചേരുന്ന ഫാസറ്റ് ജോയിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതിനിടയ്ക്കും കാർട്ടിലേജസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നട്ടലുകൾക്ക് ഇടയിലുള്ള ഡിസ്ക്, ഇതിന് കവർ ചെയ്ത് വരുന്ന ആൻറ്റീരിയർ ലിഗമെൻസുകളുണ്ട്. അതേപോലെ ഇതിന് പിറകിലായിട്ട് സ്പൈനിലുള്ള ഇൻ്റർസ്പൈൻ ലിഗമെൻസുകളുണ്ട്. അതേപോലെ ഇതിന് പുറമേ ഉള്ള സൂപ്രസ്പൈൻ ലിഗമെൻസുകളുണ്ട്. അതേപോലെ ഈ ലാമിനയ്ക്ക് അകത്തൂടുള്ള ലിഗമെൻ്റ് ഫ്ലാവിയോ എന്നുള്ള ലിഗമെൻസുകൾ. അപ്പോൾ ഇതെല്ലാം കാലക്രമത്തിൽ ഇൻഫ്ലെയിംഡ് ആവുകയും കൂടുതൽ ഈ നട്ടലും ഇതിനിടയ്ക്കുള്ള ഡിസ്ക് എല്ലാം കൂടുതൽ ഫൈബ്രോസ്ഡ് ആവുകയും സ്റ്റിഫ് ആവുകയും ചെയ്യും. അത് അവിടെ കാൽസിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ എല്ലുകൾ തമ്മിൽ ഒട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇത് കാലക്രമത്തിൽ മുകളിലോട്ട് വരികയും കാലക്രമത്തിൽ നമ്മുടെ റിബ്സും നട്ടലിലും ചേരുന്ന ഭാഗങ്ങളുണ്ട്, ജോയിൻസ് ഉണ്ട്. അതേപോലെ റിബ്സും സ്റ്റെർണവും ചേരുന്ന ജോയിൻസ് ഉണ്ട്. ഈ ജോയിൻസും കൂടുതൽ സ്റ്റിഫ് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ സ്റ്റിഫ് ആവുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ തൊറാസിക് ഏരിയ അനങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റ്സ് കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആകുമ്പോഴത്തേക്ക് ശ്വാസസംബന്ധമായ പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാവും, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ രോഗിക്കുണ്ടാവും. കാലക്രമത്തിൽ ഈ നട്ടലുകൾക്ക് ചെറിയ പൊട്ടലുകൾ സംഭവിച്ചിട്ട് കൂന് വരാനുള്ള സാധ്യതയുണ്ട്. ഹഞ്ച് ബാക്ക് പോലെ ഹൈപ്പോസിസ് എന്ന് പറയും. അപ്പോൾ മുന്നോട്ട് കൂന് വരാനുള്ള സാധ്യതയും രോഗിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ എന്താ ചികിത്സ ഉള്ളതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഗട്ട് ഫ്ലോറയായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പം പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സകളാണ് ഇത്തരം രോഗാവസ്ഥയ്ക്ക് പറയുന്നത്. പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ വസ്തു ചികിത്സകളും വിരേചന ചികിത്സകളൊക്കെയാണ് കോഷ്ഠശുദ്ധിക്ക് വേണ്ടിയുള്ള ചികിത്സകളായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഈ കോഷ്ഠശുദ്ധി വരുത്തി നമുക്ക് ഈ ഡിസീസ് പ്രോഗ്രഷനെ തടയാൻ പറ്റും. എങ്കിലും ഈ നമ്മുടെ എല്ലുകളെ ബാധിച്ച് കാലക്രമത്തിൽ മൊത്തം ഫ്യൂഷനായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചികിത്സ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോ മിഡ് സ്റ്റേജിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കാൽസിഫിക്കേഷനൊക്കെ ഉള്ള ചെറിയ സ്റ്റിഫ്നെസ്സും ചെറിയ മൂവ്മെൻറ്റ്സ് പ്രശ്നങ്ങളൊക്കെയാണ് രോഗിക്കുള്ളതെങ്കിൽ
ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കുക, അതായത് ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് പിന്നീട് ചികിത്സയുടെ പ്രധാന ഘടകമായിട്ടുള്ളത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പഞ്ചകർമ്മ ചികിത്സകളായാലും അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഒന്നുകിൽ നമുക്ക് മരുന്ന് കൊണ്ട് ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്, ചില ടൈപ്പ് ക്ഷാരപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം മരുന്നുകൾ കൊണ്ട് കഷായ പ്രയോഗങ്ങൾ കൊണ്ട് ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതല്ല ഗ്രേഡ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ പഞ്ചകർമ്മ ചികിത്സകളുണ്ട്. സ്നേഹപാനം പോലുള്ള ചികിത്സകൾ ചെയ്ത് വമനം പോലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത്തരം ചികിത്സകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടും. അതിനുശേഷം പിണ്ടസ്വേദം പോലുള്ള ചികിത്സകൾ, കിഴികൾ, പല ടൈപ്പ് കിഴികളൊക്കെ ചെയ്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ കോഷ്ഠശുദ്ധി ചെയ്തെടുക്കുക, അതേപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം പലപ്പോഴും ഈ കൈപ്പോസ് ഒക്കെ വന്ന് ഒരു ലേറ്റർ സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം ഇത് മൊത്തം ഒട്ടിപ്പോയിട്ട് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സർജിക്കൽ കറക്ഷൻ ചില സമയത്ത് വേണ്ടിയിട്ടാണ് സർജിക്കൽ കറക്ഷൻ തന്നെ ചെയ്യേണ്ടി വരും. പലപ്പോഴും ഒരു മൈന്യൂട്ട് ഫ്രാക്ചേഴ്സ്, ഈ പറഞ്ഞ ഫാസൽ ജോയിൻസിലായാലും ഒക്കെ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഫ്രാക്ചർ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ രോഗിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആദ്യ സ്റ്റേജുകളിലാണെങ്കിൽ നമുക്ക് ഈ രോഗം ഉണ്ടാകുന്ന കാരണത്തെയും അതേപോലെ തന്നെ ഈ സിംറ്റംസിനെ, അതായത് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു പോകുന്നതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നട്ടലിലുള്ള ഫ്ലെക്ഷനായാലും എക്സ്റ്റൻഷനായാലും ലാറ്ററൽ റൊട്ടേഷനായാലും അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞു പോകാതെ കൂട്ടിയെടുക്കുക എന്നൊക്കെയുള്ള പ്രധാന ചികിത്സ. അപ്പോൾ നേരത്തെ പറഞ്ഞു ആയുർവേദത്തിൽ ഇത്തരം ചികിത്സകളൊക്കെ, വമനം പോലുള്ള ചികിത്സകൾ, ബാഹ്യമായി ചെയ്യുന്ന കിഴികൾ, ഇങ്ങനെയുള്ള ചികിത്സകൾ കൊണ്ട് നമുക്ക് ഈ ഗ്രേഡ് കൂടിയിട്ടില്ലെങ്കിൽ ആദ്യഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഒരു പരിധിക്ക് ശേഷം കൈഫോസിസ് ഒക്കെ വന്നതിന് ശേഷം ആണെങ്കിൽ പിന്നീട് അത്തരം രോഗികൾക്ക് സർജിക്കൽ കറക്ഷൻ തന്നെ ചെയ്യണം. ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റുമെങ്കിലും എല്ലുകളെല്ലാം ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സർജറി മൂലം കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും. അപ്പം ആങ്കുലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനെ പറ്റി ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം.